കട്ടപ്പന വലിയകണ്ടം ശ്രീ ചിത്തിര റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു. നഗരസഭാ കൗൺസിലർ ഷമേഷ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തിൽ ചർച്ചയും നടന്നു. 2017 മുതലാണ് 70ഓളം കുടുംബങ്ങളെ ചേർത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. നാടിന്റെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ശ്രീ ചിത്തിര റെസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്നത്. നഗരസഭാ കൗൺസിലർ ഷമേഷ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർ തമ്മിലുള്ള ഒരു പരസ്പര സഹായത്തിനും അല്ലെങ്കിൽ അയൽവക്കക്കാർ തമ്മിലുള്ള ഒരു ബന്ധം മൂട്ടിവെപ്പിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിലൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പോലും റെസിഡൻസ് അസോസിയേഷനുകളെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള അസോസിയേഷനുകളുമായി ചേർന്നാണ് നമുക്കറിയാം സർക്കാരിന്റെ പല പദ്ധതികളും വികസന പദ്ധതികളും ഒക്കെ നമ്മുടെ നാടിന്റെ പല ഭാഗത്തും നടത്തപ്പെടുന്നത്. നമ്മുടെ പത്രത്തിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ അത് സാധാരണ കാണാറുമുണ്ട്. കട്ടപ്പനയിൽ ഞെരുക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ YMCA നടത്തുന്ന പ്രൊജക്ടിനെ കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഓരോ ദിവസവും ഗതാഗതക്കുരുക്കുകൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നഗരത്തിൽ കാണാൻ കഴിയുന്നത്. കട്ടപ്പന നഗരത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലാണ് ഗതാഗത പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വാഹനങ്ങൾ ബൈപ്പാസ് റോഡുകളിലൂടെ കടത്തിവിടുന്നതിനെ പറ്റിയും യോഗത്തിൽ ചർച്ച നടന്നു. HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു പ്രൊജക്ട് അവതരണം നടത്തി. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ബസ് ഇടുക്കിക്കാണ് പോകുന്നതെങ്കിൽ അത് മുറ്റത്താനിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പോപ്പുലർ ജംഗ്ഷൻ അറിയാമല്ലോ, അവിടെ ഒരു വർക്ക്ഷോപ്പൊക്കെയുള്ള ആ ജംഗ്ഷൻ അറിയാമെന്ന് കരുതുന്നു. അവിടെ നിന്ന് മുന്നോട്ട് വന്ന് പള്ളിക്കോല കയറാം. അമ്പലക്കോലയ്ക്ക് തൊട്ടിപ്പറയുന്ന പള്ളിക്കോലയിൽ നിന്ന് നേരെ ITI റോഡ് വരാം. ITI റോഡിൽ നിന്ന് നിങ്ങൾ ഈ താഴെ കൂടെ ചെന്ന് ഗവൺമെൻറ് കോളേജിൽ ചെന്ന് വെള്ളയാമ്പടി വഴി കയറി പോവുകയാണെങ്കിൽ ഇത്രയും ഏരിയ കൂടെ വികസിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനമാവും, കട്ടപ്പനയ്ക്ക് പ്രയോജനമാവും. അതുപോലെ തന്നെ കോട്ടയം പോകേണ്ട വണ്ടി അതുപോലെ തന്നെ വന്ന് പള്ളിക്കോലയിൽ നിന്ന്, അതായത് മുറ്റത്താനിപ്പടിയിൽ നിന്ന് പള്ളിക്കോല വന്ന് പള്ളിക്കോലയിൽ നിന്ന് സ്കൂൾ കോല കയറി കോട്ടയം പോകണം. ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെള്ളയാങ്കുടി KSRTC സ്റ്റാൻഡ് അവിടെ വന്നിട്ട് അവിടുന്ന് വെട്ടിക്കുഴക്കാല വന്ന് വെട്ടിക്കുഴക്കോലയിൽ നിന്ന് പേഴുങ്കോലയിൽ നിന്ന് SM ജംഗ്ഷൻ വന്ന് പറവയുടെ കടയിലെ സായറിയുടെ ഇടശ്ശേരിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഏരിയ കൂടെ വികസിക്കും. ഞങ്ങൾ ഏറ്റവും പേടിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഒരു പക്ഷേ പ്രസിഡന്റ് എന്നോട് പറഞ്ഞ അവർ ചിലപ്പോൾ ഇത് നിൽക്കുന്നത് ഞങ്ങൾ മുഴുവൻ ജംഗ്ഷനിലും ചെന്ന് ഓട്ടോറിക്ഷക്കാരെ കണ്ടു. അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഓട്ടം കൂടുതൽ കിട്ടും. ശരിയല്ലേ? അവർക്ക് ഓട്ടം കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒന്ന് രണ്ട് സ്റ്റാൻഡുകൂടെ അവർക്ക് പുതിയത് തുടങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, ടൗൺ വികസിക്കണം എന്നുണ്ടെങ്കിൽ ടൗണിൻ്റെ പരിസരം കൂടി വികസിക്കണം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനമാവും. നിങ്ങൾക്ക് മാത്രമല്ല, ഇത് ഏതൊക്കെ വഴിക്ക് തിരിയുന്നു അവിടെ ഒക്കെ വികസിക്കും. ഇപ്പോൾ നമുക്ക് കട്ടപ്പന ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ വാഹനം നിർത്തിയിട്ട് ഒരു കടയിൽ കയറി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ? അന്നേരം പോലീസ് വരും, അല്ലെങ്കിൽ തൊട്ട് പുറകിലത്തെ വണ്ടി വന്ന് ഓണടിക്കും. നമ്മളവിടെ നിന്ന് ആ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഐസോലേറ്റർ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ബസ് ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ടൗണിനകത്തെ വാഹനങ്ങൾ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു കടയുടെ വാതിൽക്ക് നിർത്തി സാധനം എടുക്കാൻ പറ്റും. അത് ആ വ്യാപാരികൾക്ക് മെച്ചമാവും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊന്ന് നിന്ന് ഇതായാൽ വളരെ നല്ലതായിരിക്കും. YMCA പ്രസിഡന്റ് രജിത് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ജൂലൈ മാസത്തോട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രയത്നം, അതായത് നിങ്ങളൊക്കെ ഈ വാർഡിലെ അംഗങ്ങളായിരിക്കും. ഇവിടെയൊക്കെ നിങ്ങളെക്കാട്ട് കൂടുതൽ ഈ ഒരു 3-4 മാസം കൊണ്ട് ഞങ്ങൾ ഈ വഴി കൂടെ യാത്ര ചെയ്തു. വണ്ടിയിൽ യാത്ര ചെയ്തു, നടന്ന് യാത്ര ചെയ്തു. ഞങ്ങൾ വണ്ടിയിൽ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങൾ അളന്ന് യാത്ര ചെയ്തു. ഈ ഷാച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ റോഡിൻ്റെ എത്ര ദൂരം ഇതിന് ടാർ ചെയ്തിട്ടുണ്ട്, ടാർ ചെയ്യാത്ത എത്ര ദൂരം ഉണ്ടെന്ന് ഞങ്ങൾ ടേപ്പ് കൊണ്ട് അളന്ന് യാത്ര ചെയ്തു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതിലെ വാഹനങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ YMCA സെക്രട്ടറി KJ ജോസഫ്, VG സുകുമാരൻ, ടോമി പൊന്നാമ്പൽ തുടങ്ങിയവർ സംസാരിച്ചു.